CPIM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് CK ഗോപാലകൃഷ്ണൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും. പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. രണ്ടാം പ്രതി KM ഷാജഹാനും ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ KM ഷാജഹാന്റെ തിരുവനന്തപുരത്തെ വീടിനു സമീപത്ത് ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉയർന്നു. ചെറുവക്കൽ ജനകീയ സമിതിയുടെ പേരിലുള്ള പോസ്റ്ററുകളാണ് ഉണ്ടായത്. ആൻമരിയ സണ്ണിയും കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം ആൻമരിയിലേക്കാണ്. ആൻമരിയ, ഇന്നിപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേസുമായി മുന്നോട്ട് പോവുകയാണ് ഷൈൻ ടീച്ചർ. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് ചോദ്യം മൊഴിയെടുക്കുക, ആ രീതിയിൽ കേസ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പ്രതികളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന രീതിയിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിലും ഇവർ ഈ രീതിയിൽ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. ഞാൻ ആദ്യഘട്ടങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് കൃത്യമായ വിവരശേഖരങ്ങളോട് കൂടി ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഈ പ്രതികൾ 3 പേരെയാണ് ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരിക്കുന്നത്. ആ 3 പേരുടെ വീട്ടിലും ഇന്നലെ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ഇവരുടെ വീടുകളിൽ നിന്ന് ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഗോപാലകൃഷ്ണന്റെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഷാജഹാന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. ഈ മൊബൈൽ ഫോണുകളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രധാനമായിട്ടും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇവർ നൽകിയിരിക്കുന്ന ഈ പലയിടങ്ങളിലായി ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തകൾ, അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ലിങ്കുകൾ, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം ഇവരെ കേസിൽ പ്രതി ചേർത്തതും ഇനി അങ്ങോട്ടുള്ള മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും പോകുന്നത്. ഇന്ന് 10 മണിക്കാണ് ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ ഈ കേസെടുത്ത ആദ്യ ദിവസം തന്നെ ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം അന്വേഷണ സംഘം പുറപ്പെടുവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുൻപോട്ട് പോകാൻ ഗോപാലകൃഷ്ണൻ മുൻപോട്ട് പോകാൻ അൻമരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം രണ്ടാം പ്രതി KM ഷാജഹാനും ഇന്ന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ വിവരങ്ങൾ നമുക്ക് നൽകുക റിനു ശ്രീധറാണ്. റിനു, ഈ ഷാജഹാന്റെ വീടിന്റെ പരിസരത്തുള്ള പോസ്റ്ററുകളിൽ വ്യാപകമായിട്ടുള്ള അധിക്ഷേപം ഉയരുന്നുണ്ട് ഇയാൾക്കെതിരെ. എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ഈ ജനകീയ സമിതി രൂപീകരിച്ചിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ ആണോ, അതോ പൊതുവായി ജനകീയ വികാരമാണോ അതിൽ കാണുന്നത്? KJ ഷൈനെ അപകീർത്തിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂട്യൂബ് ഉടമ ഷാജഹാൻ എതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്ന സാഹചര്യം നിലവിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിന് സമീപമുള്ള ചെറുവയ്ക്കലിലാണ് ഇപ്പോൾ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ചെറുവയ്ക്കൽ ജനകീയ സമിതിയുടെ പേരിൽ അങ്ങനെ ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ പൗരസമിതിയായി രൂപം കൊണ്ടുവരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇന്നലെ ഏകദേശം രാത്രി 12 മണിവരെയും അന്വേഷണ സംഘം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന നടത്തിയ അന്വേഷണ സംഘം പോയതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി വീടിന് മുൻപിൽ വലിയ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഒക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. ഈ ഷാജഹാനെതിരെ വലിയ രീതിയിലുള്ള അപകീർത്തി പരാമർശങ്ങൾ നടത്തുന്ന തരത്തിലുള്ള ചില പോസ്റ്ററുകളും പരാമർശങ്ങളുമാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം ഉള്ളത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം, ഇദ്ദേഹത്തിൻ്റെ നാവ് പിഴുതെടുക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിലും പോസ്റ്ററുകളിലും പറയുന്നത്. ഇന്ന് 2 മണിയോടുകൂടി എറണാകുളത്ത് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാകാൻ വേണ്ടി അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്, ഇവിടെ നിന്ന് തിരിച്ചിട്ടില്ല. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എപ്പോൾ പോകും എന്നുള്ളതിനെക്കുറിച്ച് നിലവിൽ സ്ഥിരീകരണമായിട്ടില്ല. സ്മിത, ശരി. റിനു ശ്രീധറാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.